വന്ദേ മാതരം. എവർക്കും നമസ്കാരം. രാജ്യം 80ാമത് സ്വാതന്ത്ര്യദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 79 വർഷങ്ങൾ കഴിഞ്ഞു. ഏവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന ചരിത്രത്തിലേക്ക് പോവുകയാണ്. 1700 മുതൽ 1947 വരെയുള്ള വർഷങ്ങളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. ആരാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നത്? എങ്ങനെയാണ് സ്വാതന്ത്ര്യം തന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമാവുകയാണ്. നമ്മുടെ ഇന്നത്തെ കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ക്രിക്കറ്റിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. കാര്യം എന്താണ്? ലഗാൻ എന്ന സിനിമയിൽ അല്ലേ, അതിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയും. അല്ലെങ്കിൽ ഹോക്കിയിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സിനിമാക്കാര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. മക്കളെ, സഹോദരങ്ങളെ, അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നാം എത്തുകയാണ്. നാം ചില സിനിമകളിൽ കാണുന്നത് പോലെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ അർദ്ധരാത്രിയിൽ ഏതെങ്കിലും രാജ്യം ലോകകപ്പ് വിജയം നേടുമ്പോൾ നാം പടക്കം പൊട്ടിക്കും, ആഹ്ലാദിക്കും, വെള്ളമടിക്കും, നൃത്തം ചെയ്യും, അടിച്ചു പൊളിക്കും. അങ്ങനെ ആയിരുന്നില്ല ഓഗസ്റ്റ് 15 തലേ ദിവസം, അതായത് ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ. ഒരു നിമിഷത്തെ പ്രഖ്യാപനമല്ല ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ളത്. ഒരു ദിവസത്തേതുമല്ല അത്. 6 മാസം മുമ്പേ ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചതാണെന്ന് അറിയുക. ഇന്ത്യയിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും അതറിയാം. ഓഗസ്റ്റ് 15 പറഞ്ഞ് നീട്ടിവെച്ചിരിക്കുകയല്ല. അതിന് മുമ്പേ 1947 ഫെബ്രുവരി 20 തീരുമാനിച്ചതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നുള്ളത്. സ്വാതന്ത്ര്യം നൽകണം എന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിച്ചതാണ്. അപ്പോൾ എല്ലാ ജനങ്ങളും കാത്തിരുന്ന ദിവസമാണ്. ഒരു സാധനം നമുക്ക് തരുമെന്ന് പറയുമ്പോൾ നമ്മൾക്കത് കിട്ടിയതിന് തുല്യമല്ലേ? ആ ഒരു സന്തോഷത്തിൽ കഴിഞ്ഞവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. പക്ഷെ അവർ ചിന്തിച്ചിരുന്നു 1948 ജൂൺ ആകും തങ്ങൾക്ക് കിട്ടുമ്പോഴെന്ന്. കാരണം എന്താണ്? 1947 ഫെബ്രുവരി 20 പറഞ്ഞു 1948 ജൂണിന് മുമ്പ് ആയിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരും എന്നത്. അതെ, അവർ നൽകാമെന്ന് പറഞ്ഞതും നാം പ്രതീക്ഷിച്ചതും 1948. പക്ഷേ അതിൽ ഇത്രയും ദിവസം മുമ്പായിരുന്നപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് നാം പോകാം. ഈ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ വർഷങ്ങളിലേക്ക് നാം പോവുകയാണ്. നമ്മൾ ഒരുമിച്ച്. സ്വാതന്ത്ര്യദിനം നാളെയാണ്. അതുകൊണ്ട് നാം ആ ചരിത്രങ്ങളിലൂടെ പോവുകയാണ്. ആ ചരിത്രങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. അമേരിക്കൻ എഴുത്തുകാരനായ ലാരി കോളിൻസിന്റെയും ഫ്രഞ്ച് എഴുത്തുകാരനായ ഡൊമിനിക് ലാപ്പിയറിന്റെയും ആണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന ചരിത്ര ഗ്രന്ഥം. അതിലൂടെ ഞാൻ യാത്ര ചെയ്തു. അതോടൊപ്പം 7ഓളം പുസ്തകത്തിലൂടെ ഞാൻ യാത്ര ചെയ്തു. ഒരു ബുക്ക് എഴുതാനാവുന്ന അത്രയും ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ യാത്ര ചെയ്തു. 1975 ഈ പുസ്തകം ഇറങ്ങിയത്. 1947 ഇന്ത്യയുടെ വിഭജനം, സ്വാതന്ത്ര്യത്തേക്കുള്ള അവസാന മാസങ്ങൾ, ഗാന്ധിജി, നെഹ്റു, ജിന്ന, മൗണ്ട് ബാറ്റൻ പ്രഭു ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ആ പുസ്തകം പോയത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1947 ആഗസ്റ്റ് 15 തൊട്ട് മുമ്പ് എടുത്തതല്ല സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രഖ്യാപനം. അതിനെപ്പറ്റിയാണ് പോകുന്നത്. അപ്പോൾ ലാപ്പിയറിന്റെയും കോളിൻസിന്റെയും പുസ്തകം മാത്രം മതിയാവില്ല.
1700 മുതൽ തുടങ്ങണം ആ ഒരു ചരിത്രത്തിലേക്ക് എത്താനായി. അതിലേക്ക് എത്തുകയാണ് നാം. ഏവർക്കും സ്വാഗതം ഒന്നുകൂടി പറയുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജയ് ഹിന്ദ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചത് തന്നെയാണ് ഇപ്പം ചോദിക്കുന്നത്. ഗാന്ധിജിയുടെ സമരത്തിലൂടെയാണ്. എന്നാണ് നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത്? 1700 അല്ലേ? AD 1700 സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത്. മഹാത്മാഗാന്ധി ഉണ്ടോ? ഇല്ല. കാരണം 1869 മോഹൻചന്ദ് കരംചന്ദ് ഗാന്ധി ജനിക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം. ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഇന്ത്യയിൽ വന്നതിനൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ സമരത്തിലൂടെ മാത്രമാണോ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ INA എന്ന ആർമിയിൽ, ഇന്ത്യൻ നാഷണൽ ആർമിയിലൂടെയാണോ? അതും 1700 സുഭാഷ് ചന്ദ്രബോസ് ഇല്ല. 1946 നാവിക കലാപത്തിലൂടെയാണോ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്ന ബ്രിട്ടന്റെ സാമ്പത്തിക അവസ്ഥയിലൂടെയാണോ? അതോ ഇതെല്ലാം ചേർന്നുണ്ടായ ഒരു ചരിത്രപരമായ സാഹചര്യത്തിലൂടെയാണോ? അതെ, ഇതിൻ്റെയൊക്കെ ഉത്തരം കാണണമെങ്കിൽ നമുക്ക് 1947 നിന്ന് പതുക്കെ നടന്ന് കുറച്ച് പിന്നിലേക്ക് പോകാം, 1700-കളിലേക്ക്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നത്തെ തലമുറയും ഇന്നലത്തെ തലമുറയും മനസ്സിലാക്കുക, വരും തലമുറയും മനസ്സിലാക്കുക. കാരണം ഗാന്ധിജിയിലൂടെ മാത്രമല്ല, അഹിംസ പ്രസ്ഥാനത്തിലൂടെ മാത്രമല്ല അതുണ്ടായത്, എന്നാൽ അതും ഒരു കാരണമാണ് എന്ന് പറയുക. ഞാൻ ആരെയും തള്ളി പറയുന്നില്ല, ആരുടെയും മഹത്വങ്ങളെ ഇല്ലാതാക്കുന്നുമില്ല. നാം പറയുന്നു ലക്ഷക്കണക്കിന് ജനം മരിച്ചു ഈ സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടി. അതൊന്നും ആരും അറിയുന്നില്ല, അവരുടെ പേരുകൾ ആരും എഴുതി വെച്ചിട്ടില്ല. ഒത്തിരി ജനങ്ങൾ പലവിധ കാരണങ്ങളാൽ മരിക്കപ്പെട്ടു. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയുകയാണ്. പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഇന്ത്യ വിഭജന സമയത്ത് പാകിസ്ഥാന് ബംഗ്ലാദേശ് പിന്നീടാണ് വരുന്നത്. ആ രണ്ട് തലങ്ങളിലല്ലേ വിഭജനത്തിൽ മരിക്കപ്പെട്ടത്? ഏതാണ്ടോ 10 ലക്ഷത്തിന് മുകളിലാണ്. അത് 30 ലക്ഷം എന്ന് പറയുന്നുണ്ട്. 1.5 കോടിയോളം ജനങ്ങൾ ഡിസ്പ്ലേസ്ഡ് ആയി. ദാറ്റ് മീൻസ് കുടിയൊഴിപ്പിക്കപ്പെട്ടു. എത്രയധികം വേദനാജനകമായിരുന്നു. അത് സ്വാതന്ത്ര്യത്തെക്കാൾ എത്രയോ ബുദ്ധിമുട്ടായിരുന്നു. ഇത് കണ്ടിരുന്നു ആര്? ബ്രിട്ടീഷുകാര്. പറഞ്ഞു വിൻസ്റ്റൺ ചർച്ചിൽ അതേപ്പറ്റി. കാരണം ഇപ്പോൾ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതില്ല, ഇന്ത്യക്കാർ ബുദ്ധി വരട്ടെ എന്നാണ് അദ്ദേഹം വളരെ സിമ്പിളായി പറഞ്ഞത്. വിൻസ്റ്റൺ ചർച്ചിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു. ക്ലെമന്റ് ആറ്റ്ലി വന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ക്ലെമന്റ് ആറ്റ്ലിക്ക് മുമ്പും വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു, അതിനുശേഷവും വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ക്ലെമന്റ് ആറ്റ്ലിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. മൗണ്ട് ബാറ്റൻ പ്രഭുവോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. മഹാത്മാഗാന്ധിയോടും നെഹ്റുവിനോടും അതുപോലെ ഒത്തിരി മഹാന്മാരും മരണമടഞ്ഞ ഒത്തിരി സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഓർമ്മിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചരിത്രങ്ങളിലേക്ക് കയറാം. 1700 മുതൽ 1700-ലേക്ക് വരുമ്പോൾ വ്യാപാരികളായാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെത്തിയത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കച്ചവടം, അവരുടെ ഓരോ പ്രൊഡക്ട്സ് വിൽക്കാനുള്ള ഒരു സ്ഥലം. ഈ ബ്രിട്ടീഷുകാർ എങ്ങനെ ഇവിടെ എത്തി? അതിന്റെ പിന്നിലേക്ക് പോയാൽ വാസ്കോ ഡ ഗാമയാണ് ഇതിന് കാരണക്കാരൻ.
വാസ്കോ ഗാമ അല്ലെങ്കിലും അവർ വരും. കാരണം എന്താണ്, 90ഓളം രാജ്യങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കോളനികളായിരുന്നു. അമേരിക്കയും ഓസ്ട്രേലിയ, അങ്ങനെ പ്രശസ്തമായ പല രാജ്യങ്ങളും. ഇന്നത്തെ വൻ ശക്തി എന്നറിയപ്പെടുന്ന അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1776. ആരിൽ നിന്ന്? ബ്രിട്ടനിൽ നിന്ന്. അപ്പോൾ വാസ്കോഡിഗാമ കാരണമെന്ന് പറയാൻ പറ്റില്ല. വാസ്കോഡിഗാമ വന്ന 1498 വാസ്കോഡിഗാമ കേരളത്തിലെത്തിയ, ഇന്ത്യയിലെത്തിയ ആ കടൽ മാർഗം വഴിയാണ് വന്നത്. വാസ്കോഡിഗാമനെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇന്ത്യയെ പിടിച്ചടക്കാനുള്ള ബുദ്ധി ആര് കൊടുത്തു? അത് ജോസഫ് ഡുപ്ലെ, ജോസഫ് ഫ്രാൻസിസ് ഡുപ്ലെ എന്ന് പറയുന്ന ഫ്രഞ്ചുകാരൻ. ഫ്രഞ്ചുകാർക്കും ഒത്തിരി കോളനി ഉണ്ടായിരുന്നു. ഫ്രഞ്ചുകാരനായ ആ ഡുപ്ലെയുടെ ബുദ്ധിയായിരുന്നു ഇവിടെ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ പ്രയോഗിച്ചത്. വരികയാണ്, വ്യാപാരികളായി വന്നവരാണ് ഭരണാധികാരികളാകുന്നത്. അവർ 1600 സ്ഥാപിതമായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് ആദ്യം വന്നത് ഒരു ഭരണകൂടമായിട്ടല്ല, വ്യാപാരികളായിട്ടാണ്. പക്ഷേ പലരും പറയുന്നു 200 പട്ടാളക്കാര്, 200 ഈസ്റ്റ് ഇന്ത്യക്കാര് വന്നിട്ടാണ് ഇന്ത്യ, കോടിക്കണക്കിനാവുന്ന ഇന്ത്യയെ അടക്കി ഭരിച്ചതെന്ന്. 200 അല്ല കേട്ടോ, കുറച്ച് കപ്പലുകൾ വന്നിട്ടാണ് അവർ സാമ്രാജ്യമാകുന്നതും. പിന്നെ ഒത്തിരി സാധ്യതകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കലഹിച്ച് നിൽക്കുന്ന കുടുംബത്തിലേക്ക് വളരെ സിമ്പിളായിട്ട് ഒരുത്തിന് പുറത്തു കയറാം. ഒരു കലഹിച്ച് നിൽക്കുന്ന ദമ്പതികളിലേക്ക് ഒരു തേർഡ് പേഴ്സണ് വളരെ സിമ്പിളായിട്ട് വന്ന് കയറാം. കാരണം അതവിടെ എത്താനുള്ള സാഹചര്യം ആ കുടുംബക്കാരുണ്ടാക്കി. അതെ, ഇവിടെയും അതാണ് സംഭവിച്ചത്. 18-ാം നൂറ്റാണ്ടിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തി കുറയുകയും പ്രാദേശിക ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ കമ്പനി രാഷ്ട്രീയത്തിലും സൈനിക കാര്യങ്ങളിലും അവർ ഇടപെടാൻ തുടങ്ങി. ഇടപെടാനുള്ള അവസരങ്ങളുണ്ടായി. ഒരു ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു അവിഹിതക്കാരൻ കയറുന്നത് എങ്ങനെയാണ്? ആ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ കുറ്റങ്ങളും അവിടുത്തെ പ്രശ്നങ്ങളും അയാളുടെ പോരായ്കയും അവനോട് പറയും. അപ്പൊ അവൻ അവിടെ കയറും, ഉപദേശങ്ങളായി കയറും. പിന്നെ അവൻ അവിടെ സ്ഥിരം താമസമായി. ആരെ പുറത്താക്കും? ആ ഭർത്താവിനെ പുറത്താക്കും, അല്ലെങ്കിൽ തിരിച്ചു. അതുപോലെ 1757 പ്ലാസി യുദ്ധമുണ്ടായി. ഈ പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ അവർക്കൊരു ഗ്രിപ്പ് ഉണ്ടാക്കിയത്. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ നിർണായകമായ വിജയം നേടി. അതും മറ്റൊരുത്തൻ്റെ, ആ നവാബിന്റെ വിളിയാണ് ആ പ്ലാസി യുദ്ധത്തിൽ അവരെത്തിയത്. തുടർന്ന് 1764 ബുക്സർ വാറുണ്ടായി. പിന്നീട് 1765 ഞാനൊന്നും വിശദമായി പറയുന്നില്ല. 1765 ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളുടെ ദിവാനി അവകാശം ആർക്ക് കിട്ടി? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടി. ഇതോടെ ഒരു വ്യാപാര കമ്പനി വരുമാനം പിരിച്ചെടുക്കുന്ന രാഷ്ട്രീയ ശക്തിയായി അവർ മാറി. അടുത്ത 100 വർഷം യുദ്ധങ്ങൾ, കരാറുകൾ, സബ്സിഡറി അലയൻസ്, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, പ്രാദേശിക രാജ്യങ്ങളുടെ അധീനപ്പെടുത്തൽ, അങ്ങനെ കമ്പനി ഇന്ത്യയിലെ വലിയൊരു ഭാഗത്ത് അധികാരം സ്ഥാപിച്ചു തുടങ്ങി. അതിനുള്ള സാധ്യത ആരുണ്ടാക്കി? നമ്മളുണ്ടാക്കി. നമ്മളുടെ ജനങ്ങളെയാണ് അവർ സൈനികരാക്കി മാറ്റിയതെന്ന് കൂടി ചിന്തിക്കുക. അവർ മാത്രമല്ല, ഒത്തിരി ഓഫറുകൾ കൊടുത്തുകൊണ്ട്, ഒത്തിരി സാധ്യതകൾ കൊടുത്തുകൊണ്ട് അവരോടൊപ്പം ചേർത്തു. കാശ് കിട്ടിയാൽ ഇപ്പോഴും നാം മറുകണ്ഠം ചാടും. യുവദാസ്കറിയാത്ത യേശുവിനെ ഒറ്റിക്കൊടുത്തത് എന്തുകൊണ്ടാണ്? ആ വെള്ളിക്കാശ് കൊണ്ടാണ്. അതിപ്പോഴും നടക്കുന്നു, എപ്പോഴും നടക്കുന്നു. 1857 ഇന്ത്യൻ സൈനികരുടെ കലാപം വലിയൊരു വിപ്ലവമായി അവിടെ മാറി. അത് ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഇന്ത്യൻ മുട്ടിലിറ്റി, അതായത് ഇന്ത്യൻ ലഹള എന്നും, ഇന്ത്യ ചരിത്രത്തിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നും വിവിധ രീതിയിൽ വിശേഷിക്കപ്പെട്ടിട്ടുണ്ട്. സവർക്കറും അത് പറയുന്നു.
ഇപ്പോൾ സവർക്കറിന്റെ പ്രശ്നമല്ലേ പറയുന്നത്? സവർക്കറിന്റെ പുസ്തകത്തിൽ എഴുതിയ പുസ്തകത്തിൽ അത് പറയുന്നു. ആ സവർക്കറിനെ അവിടെ കയറ്റിയതുകൊണ്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഡൽഹി, കാൺപൂർ, ലക്നൗ, ഝാൻസി തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ വലിയ പോരാട്ടങ്ങൾ നടന്നു. അതിലെല്ലാം ബ്രിട്ടീഷുകാർ ആ കലാപം അടിച്ചമർത്തി. പക്ഷേ അവിടെ ഒരു വലിയൊരു മാറ്റം സംഭവിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണത്തിന് ഒരു അന്ത്യം വന്നു. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമാണ് ഇവിടെ ഭരിക്കുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മുകളിൽ ഒരാളുണ്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റ്. അവരായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ട ഉപദേശങ്ങളും മറ്റു തലങ്ങളും നൽകിയിരുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വളരെ നേരിട്ട് വരാവുന്ന ഒരു സാധ്യതയുണ്ടായി ബ്രിട്ടീഷ് ഗവൺമെന്റിന്. അങ്ങനെ 1858 ബ്രിട്ടീഷ് ക്രൗൺ ഇന്ത്യയുടെ ഭരണം നേരിട്ടെടുത്തു. ഇതാണ് പിന്നീട് അറിയപ്പെടുന്ന ബ്രിട്ടീഷ് രാജ്. 1858 മുതൽ 1947 വരെ ഏകദേശം 89 വർഷം ബ്രിട്ടീഷ് ക്രൗണിന്റെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു ഇന്ത്യ എന്നറിയുക. ഇതിനിടെ റെയിൽവേയും ടെലിഗ്രാഫും ആധുനിക ഭരണ സംവിധാനങ്ങളും ഇവരിലൂടെ വളർന്നു. റോഡ്, അങ്ങനെ പല തലങ്ങളിലും. അതോടൊപ്പം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും കോളനി ഭരണത്തിന്റെ ആവശ്യങ്ങളോട് ബന്ധപ്പെട്ടു. അസംസ്കൃത വസ്തുക്കൾ അവരടിച്ചു മാറ്റി, അവരെ നികുതി കൂട്ടി, വ്യാപാരം അവരെ വർദ്ധിപ്പിച്ചു. അതായത് ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള വിഭവങ്ങളൊന്നും അടിച്ചുകൊണ്ട് പോവുകയും അവരുടെ പ്രോഡക്ട്സ് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്തു തുടങ്ങി. ഇന്ത്യക്കാർക്ക് പലർക്കും ഈ ഭരണക്രമത്തിനെതിരെ അസന്തോഷം വളർന്നു, ഇഷ്ടമില്ലായ്മ വളർന്നു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അപ്പോ മഹാത്മാഗാന്ധി ഉണ്ടോ? ഉണ്ട്. 1869 മഹാത്മാഗാന്ധി ജനിച്ചത്. ആദ്യകാലത്ത് കോൺഗ്രസിന്റെ ആവശ്യം ഉടൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്ന് ആയിരുന്നില്ല. ഇന്ത്യക്കാർക്ക് ഭരണത്തിൽ കൂടുതൽ പങ്കാളിത്തം, രാഷ്ട്രീയ അവകാശങ്ങൾ, ഭരണപരിഷ്കാരങ്ങൾ എന്നിവയാണ് അവർ പറഞ്ഞത്. പക്ഷേ കാലം കഴിയുന്നതോടെ ആവശ്യങ്ങൾ മാറിത്തുടങ്ങി. സെൽഫ് ഗവൺമെന്റ്, പിന്നീടവർ സ്വരാജ്, അവസാനം പൂർണ്ണ സ്വരാജ്. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. ഈ വാക്കുകൾ ആരുടേതാണ്? ബാലഗംഗാധര തിലകിന്റെയാണ്, അല്ലേ? അത് ഉച്ചരിക്കപ്പെടുന്നത് സ്വരാജ് എന്നാണ്. സെൽഫ് റൂൾ, സ്വയംഭരണം, സ്വാതന്ത്ര്യം എന്നാണ് പിന്നീട് അത് അറിയപ്പെട്ടതും. നമ്മളതിനെ മലയാളീകരിച്ചപ്പോൾ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടിയെടുക്കും എന്ന പ്രസിദ്ധമായ വചനമായി മാറി. ഇത് ഏതെങ്കിലും സമ്മേളനത്തിലാണോ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. അമുഖ സമ്മേളനത്തിലാണോ, അല്ലെങ്കിൽ 1916 ഹോം റൂൾ പ്രസ്ഥാനത്തിലാണോ എന്ന് നാം ആലോചിക്കുമ്പോൾ 1906 മുതൽ 1917 വരെയുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ വന്നിട്ടുള്ളതാണ് ഇതെന്നാണ്. അതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാർ സ്വന്തം രാജ്യത്തെ ഭരിക്കുന്നതിൽ പരമാധികാരം ഇല്ലാത്തവരായിരുന്നു. ആയതിനാൽ പാളയംകാർ പറഞ്ഞിരുന്നത് ഒരു ജനതയ്ക്ക് സ്വന്തം രാജ്യത്തിന്റെ ഭരണത്തിൽ സ്വയം തീരുമാനിക്കാനുള്ള അവകാശം സ്വാഭാവികമായി ഉണ്ടായിരിക്കണം. 1947 സ്വാതന്ത്ര്യത്തിന്റെ വിത്തുകൾ ഒന്നായി മാറി. 1906 മുതൽ 1916 വരെയുള്ള കാലയളവിലെ ഈ വാചകം. ഇനിയാണ് ഗാന്ധിജിയുടെ, മഹാത്മാഗാന്ധിയുടെ വരവ്. 1915 മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഒരു ബാരിസ്റ്റർ ആയിരുന്ന, അല്ലേ? അതെല്ലാം നിങ്ങൾക്കറിയാം. ബാരിസ്റ്റർ ആയിരുന്ന മഹാത്മാഗാന്ധി ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ സൗത്ത് ആഫ്രിക്കയിലെ പോലെ തന്നെ പീഡനം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി, തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം
എത്തുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രീതിയിൽ ഒരു വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. സ്വർണ്ണ മനുഷ്യനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കുക, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ ഡിസൊബീഡിയൻസ്, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം ഒരു ചെറിയ രാഷ്ട്രീയ വിഭാഗത്തിന്റെ ആവശ്യത്തിൽ നിന്ന് വിപുലമായ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറി. ഇന്ത്യ മൊത്തത്തിൽ വരുന്ന ഒരു പ്രസ്ഥാനമായി എടുത്തു. മറ്റൊരു ഇന്ത്യയും അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ അഹിംസ സമരത്തോടൊപ്പം മറ്റൊരു ശക്തമായ ദേശീയവാദ പ്രവാഹവും ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ അഹിംസ പ്രസ്ഥാനം വന്നത് തന്നെ ബൈബിളിലൊക്കെ പഠിച്ചുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, താനൊരു ക്രിസ്ത്യാനിയല്ല, പക്ഷേ ബൈബിളെല്ലാം താൻ വായിച്ചിട്ടുണ്ട്. ആ ക്രിസ്തുവിന്റെ പാതയാണ് അദ്ദേഹം എടുത്തതെന്നാണ് പറയുന്നത്. ഒരു ക്രിസ്തുവിന്റെ അനുയായിയാകുവാൻ ക്രിസ്ത്യാനിയാകണം എന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ മറ്റൊരു ഇന്ത്യ ഉണ്ടായിരുന്നു പറഞ്ഞു. കാരണം അതാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യ, അതായത് സ്വതന്ത്ര ഇന്ത്യൻ സമരം. സുഭാഷ് ചന്ദ്രബോസ് വിശ്വസിച്ചത് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ കൂടുതൽ ശക്തമായ രാഷ്ട്രീയ സൈനിക മാർഗങ്ങൾ ആവശ്യമാണ് എന്നായിരുന്നു. കാരണം അവരുടെ മുമ്പിൽ പോയി സത്യാഗ്രഹം ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ യാചിച്ചുകൊണ്ടോ അവരൊരിക്കലും സ്വാതന്ത്ര്യം തരില്ല എന്നറിയാവുന്ന ആളാണ് നേതാജി. അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി INA-യുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ പോരാട്ടം നടത്തി. INA ബ്രിട്ടീഷ് സൈന്യത്തെ സൈനികമായി തോൽപ്പിച്ചാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതെന്ന് പറയുവാൻ ഒരു ചരിത്രപരമായ സാക്ഷ്യങ്ങളില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല. പക്ഷേ INA-യുടെ പ്രാധാന്യം മറ്റൊരിടത്തായിരുന്നു. ഇന്ത്യൻ സൈനികരുടെ മനസ്സിൽ ദേശീയ ബോധം വളർത്തുന്നതിലും ബ്രിട്ടീഷ് ഭരണത്തിന് സൈനിക വിശ്വാസത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതിലും INA കാര്യമായ പങ്ക് വഹിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ ശക്തി ക്ഷയിക്കുന്നു. 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണ്. ഇന്ത്യയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായതിനാൽ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ സൈനികരും വിഭവങ്ങളും യുദ്ധത്തിനായി ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു, ഈസ്റ്റ് ഇന്ത്യക്കാർ വന്നത് വളരെ കുറച്ചു പേരാണ്. പിന്നെ അവര് എംപ്ലോയീസ് ആയിട്ടെടുത്തു, സൈനികരായിട്ടെടുത്തു. ശമ്പളം കൊടുത്താൽ നമ്മൾ എന്തും ചെയ്യും. ആയതുകൊണ്ട് ആരെ ഒറ്റിക്കൊടുക്കുന്നതിനും നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ അവരൊന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഭരിക്കാൻ പറ്റില്ലായിരുന്നു, ഈസ്റ്റ് ഇന്ത്യക്കാർക്ക് ഒരു നിലനിൽപ്പ്. പക്ഷെ എങ്ങനെയാണ്? സ്പ്ലിറ്റഡ് അല്ലേ നമ്മള്, അല്ലേ? സ്പ്ലിറ്റഡ് ആൻഡ് റൂൾ എന്നാണ് അവർ ചെയ്തത്. നമ്മളെ സംബന്ധിച്ചോളം പല പല നാട്ടുരാജ്യങ്ങളായിരുന്നു, പല പല പ്രശ്നങ്ങളായിരുന്നു. എല്ലാവർക്കും അവരുടെ രാജ്യമാണ് നോക്കുന്നത്, ഇന്ത്യ എന്ന മഹാരാജ്യമല്ല. ഇന്ത്യ എന്നുള്ള മഹാരാജ്യം എങ്ങനെയായിരുന്നു? പാകിസ്ഥാനും ഒക്കെ ചേർന്ന, ബംഗ്ലാദേശും ചേർന്ന ഒന്നായിരുന്നു നമ്മുടെ ഇന്ത്യ. ഇന്ത്യയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായതിനാൽ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ സൈനികരും വിഭവങ്ങളും യുദ്ധത്തിനായി ഉപയോഗിച്ചു. 1942 ബ്രിട്ടീഷ് സർക്കാർ യുദ്ധാനന്തര ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച് ഒരു ക്രിപ്സ് മിഷൻ വഴി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പക്ഷെ കോൺഗ്രസിന് അത് അംഗീകരിക്കാനായില്ല. തുടർന്ന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942 ചെയ്തു. അത് ആരുടെ നേതൃത്വത്തിലാണ്? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ. ഡു ഓർ ഡൈ എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ആ ഒരു തലത്തിലായിരുന്നു. ബ്രിട്ടീഷുകാർ ആ പ്രസ്ഥാനം കടിച്ചമർത്തി. അതോടെ ഒത്തിരി ജനങ്ങൾ നഷ്ടമായി, മരിച്ചു. പക്ഷേ പ്രശ്നങ്ങൾ തീർക്കാനായില്ല. 1945 ആ യുദ്ധം അവസാനിച്ചു. അതായത് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ലോകം മാറി മറിഞ്ഞിരുന്നു. ബ്രിട്ടൻ വിജയിച്ച രാജ്യമായിരുന്നു, പക്ഷേ സാമ്പത്തികമായി വളരെ ക്ഷീണിച്ചു. ഇവിടെ ഇസ്രായേലും ഇറാനും യുദ്ധം ചെയ്യുമ്പോഴും
അവസാനം സംഭവിക്കുന്ന ഇത് തന്നെയാണ്. അവർ വിജയമൊക്കെ ഉണ്ടാവും, പക്ഷെ അവർ സാമ്പത്തികമായി ഒരു സ്കെൽട്ടനായി മാറാം. ഒരു വലിയ സാമ്രാജ്യം നിലനിർത്താൻ വേണ്ട സൈനികവും സാമ്പത്തികവുമായ ചെലവ് അവർക്ക് വലിയ ഭാരമായി. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ബ്രിട്ടനേക്കാൾ എത്രയോ ഇരട്ടിയാണ്, എത്രയോ ഇരട്ടി ജനങ്ങളാണ്. ആ ഒരു സാമ്രാജ്യത്തെ പിടിച്ചു നിർത്താൻ, അവരെ ചെലവ് നോക്കാൻ, അവരുടെ സൈനികമായ കാര്യങ്ങൾ നോക്കാൻ, സാമ്പത്തികമായ ചെലവുകൾ നോക്കാൻ അവർക്ക് പറ്റാത്തൊരവസ്ഥയായി. അതോടെ അവർ സമ്മർദ്ദത്തിലായി. ഇതോടൊപ്പം തന്നെ ഇന്ത്യയിൽ രാഷ്ട്രീയമായ അസ്വസ്ഥത വർദ്ധിച്ചു. അതോടൊപ്പം സമരങ്ങൾ, സ്വാതന്ത്ര്യ സമരങ്ങളും വന്നു. അപ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടായി തുടങ്ങി. ഈ ബ്രിട്ടീഷ് നാഷണൽ ആർച്ചീവ്സിൽ പോലും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ചെലവ്, 1946 നേവൽ ബ്രിട്ടനി, അതായത് നേവൽ ലഹള എന്നിവ ഇന്ത്യയെ പഴയ രീതിയിൽ ഭരിക്കുന്നത് ഇനി സാധ്യമല്ലെന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചറിയുന്നു. അതിന് കുറെ ഘടകങ്ങളുണ്ടായിരുന്നു. അതിൽ INA ട്രയൽസ്, ദേശീയ വികാരം വീണ്ടും ഉയരുകയാണ്. യുദ്ധത്തിന് ശേഷം INAയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ റെഡ് ഫോർട്ട് ട്രയൽസ് നടന്നു. രാജ്യത്തിന്റെ പല ഭാഗത്തും INA സൈനികരുള്ള പിന്തുണ ജനങ്ങൾക്കൊത്തിരി ഉണ്ടായി. ഇന്ത്യൻ സൈനികരെ ഉപയോഗിച്ച് ഇന്ത്യയെ ഇനി എത്ര കാലം കൂടി ബ്രിട്ടൻ ഭരിക്കും? പറ്റില്ല. 1946 റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടിനി, അതായത് റോയൽ ഇന്ത്യൻ നേവി ലഹളയുണ്ടായി. 1946 ഫെബ്രുവരിയിൽ ബോംബെയിൽ റോയൽ ഇന്ത്യൻ നേവിയിലെ ഇന്ത്യൻ റൈറ്റിംഗ്സ് അവിടെ പ്രതിഷേധം ആരംഭിച്ചു തുടങ്ങി. പിന്നീട് മറ്റ് കപ്പലുകളിലേക്കും കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ചു. ഭക്ഷണവും സേവന സാഹചര്യങ്ങളും സംബന്ധിച്ച പരാതികൾ ഇങ്ങനെ ഉയർന്നു തുടങ്ങി. അതിനൊപ്പം ദേശീയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും INA തടവുകാരുടെ മോചനത്തിനായുള്ള പിന്തുണയും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാർക്ക് വളരെ ഗൗരവമുള്ള മുന്നറിയിപ്പായിരുന്നു. അത് വിവിധ തലങ്ങളിൽ നിന്നും ബ്രിട്ടീഷുകാരെ ഞെരുക്കി തുടങ്ങിയ ഓരോ പ്രശ്നങ്ങൾ. അവർക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അവർ സമ്മർദ്ദത്തിൽ നിന്ന് സമ്മർദ്ദത്തിലേക്ക് പോവുകയാണ്. ഈ സാമ്രാജ്യം നിലനിർത്തുന്നതിന് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇന്ത്യൻ സൈന്യത്തിന്റെയും സുരക്ഷാ സേനകളുടെയും വിശ്വസ്തത. അവരോട് വിശ്വസ്തമായിരിക്കണമായിരുന്നു. രണ്ട്, ആ വിശ്വസ്തതയെക്കുറിച്ച് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നു. നമ്മുടെ മഹാനായ അലക്സാണ്ടർ ഇന്ത്യയിൽ വന്നപ്പോൾ, ഇന്ത്യയെ പിടിച്ചടക്കാൻ വന്നപ്പോൾ അവിടെ എതിർപ്പായി വന്നത് എന്തായിരുന്നു? അവരുടെ യുദ്ധ പടയാളികളായിരുന്നു. ആ പടയാളികൾ പറഞ്ഞു, അവിടെ വലിയ ആനകളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, തങ്ങൾക്ക് വീട്ടിൽ പോണം, തങ്ങൾ ആകെ ക്ഷീണിതരായി എന്ന്, അല്ലേ? അതുകൊണ്ടാണ് അലക്സാണ്ടർ ഇന്ത്യ പിടിച്ചടക്കാനാവാതെ തിരികെ പോയത്, അദ്ദേഹത്തിന്റെ പരാജയമായത്, ഒത്തിരി പേര് പല തലങ്ങളിൽ മരിച്ചത്. അതെ, ഇവിടെ അങ്ങനെ വരാതിരിക്കാൻ അലക്സാണ്ടറിനെയൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് ബ്രിട്ടീഷുകാര്, ബ്രിട്ടീഷ് സാമ്രാജ്യക്കാര്. ആ പാതയല്ലേ ഇവർ ചെയ്യുന്നത്, പിടിച്ചടക്കലും വെട്ടിപ്പിടിക്കലും. നേവൽ വിപ്ലവം കൊണ്ട് മാത്രമല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കൂടി ഞാൻ പറയുകയാണ്. ഇതൊരു ചരിത്രപരമായ സമ്മർദ്ദത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. 1945 ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തെത്തി. അതായത് നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഗവൺമെന്റ് അവിടെ താഴെ വീണു. അതായത് ഇന്ത്യക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം കൊടുക്കരുത്, മഹാത്മാഗാന്ധിയെ വെട്ടിക്കീറി ആനയ്ക്ക് ചവിട്ടി കൊല്ലാൻ വേണ്ടി ഇട്ട് കൊടുക്കുമെന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യനാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ആ ചർച്ചിൽ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ലായിരുന്നു. ലേബർ പാർട്ടി വന്നത് കൊണ്ടാണ് അങ്ങനെ വന്നത്. എന്നാൽ വീണ്ടും കേറി അദ്ദേഹം, കൺസർവേറ്റീവ് പാർട്ടിയായിട്ട് വീണ്ടും കേറി. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യക്ക് കിട്ടില്ലായിരുന്നു സ്വാതന്ത്ര്യം. ഇന്ത്യയുടെ സ്വയംഭരണ ഗവൺമെന്റിനോട് അവർ കൂടുതൽ അനുകൂലമായിരുന്നു. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് അത് പരിഹരിക്കാനായില്ല. ഇതോടെ ഇന്ത്യയുടെ ഭാവി കൂടുതൽ സങ്കീർണമായി.
1946 ഇന്ത്യ വിഭജനത്തിന്റെ നിഴലിലായി. മുസ്ലിം ലീഗ് പ്രത്യേക മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ എന്ന ആവശ്യം ശക്തമാക്കി. എന്നാൽ കോൺഗ്രസോ യുണൈറ്റഡ് ഇന്ത്യ എന്ന ആശയം മുന്നോട്ട് വെച്ചു. നെഹ്റു ജയിലിലായിരുന്നു ആ സമയത്ത്. അദ്ദേഹത്തിന് അത് അംഗീകരിക്കാനായില്ല. അദ്ദേഹം അതിനെതിരായിട്ട് നിന്നു. പിന്നീട് സമ്മർദ്ദം കൊണ്ട് അതിനോട് കായി എന്ന് ചരിത്രം പറയുന്നു. ഇതിനിടെ 1946 കൽക്കട്ട ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളും വലിയ സാമുദായിക അക്രമം നടന്നു. ഭയങ്കര സാമുദായിക ലഹള. കാരണം ഹൈന്ദവരും സിഖുകാരും മുസ്ലിങ്ങളുമായ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഒത്തിരിയധികം ജനങ്ങൾ, എനിക്ക് തോന്നുന്നത് 30 ലക്ഷത്തിനടുത്ത് ജനങ്ങൾ മരിച്ചു എന്നാണ് മൊത്തം. സ്വാതന്ത്ര്യത്തിനല്ല, ഈ സാമുദായിക ലഹളയിൽ നിന്ന്. ആ പാർട്ടീഷൻ എന്ന ആശയം രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു. ഇന്ത്യയെ ഒരൊറ്റ ഭരണഘടനാപരമായ ഘടനയിൽ നിലനിർത്താനുള്ള ബ്രിട്ടീഷ് ശ്രമങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടായി. അപ്പോൾ പറഞ്ഞു വിൻസ്റ്റൺ ചർച്ചിൽ, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന്. 1947 ഫെബ്രുവരി 20 വളരെ വലിയ ഒരു പ്രഖ്യാപനമുണ്ടായി. ഇവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിലെ നിർണായകമായ തീയതി എന്ന് പറയുന്നത്. 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ക്ലെമന്റ് ആറ്റ്ലി പ്രഖ്യാപിച്ചു 1948 ജൂണിന് മുമ്പായി ഇന്ത്യയിലെ അധികാരം ഇന്ത്യയുടെ കൈകളിലേക്ക് കൈമാറുമെന്ന്. അന്ന് 1947 ആഗസ്റ്റ് 15 എന്ന തീയതി തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ ഇന്ത്യക്കാർക്കറിയാമായിരുന്നു 1948 ജൂണിന് മുമ്പ് ബ്രിട്ടൻ ഇന്ത്യ വിടുമെന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നും അവർ കാത്തിരിക്കുകയായിരുന്നു. ഇത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഔദ്യോഗിക രേഖയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയാണ് ഇന്ത്യൻ പത്രങ്ങളിലേക്ക് അതുണ്ടായിരുന്നു. ഇനിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു ഇവിടെത്തുന്നത്. 1947 മാർച്ചിൽ ലോർഡ് ലൂയിസ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ അവസാന വൈസ്രോയിയായി എത്തി. അദ്ദേഹം കോൺഗ്രസ്, മുസ്ലിം ലീഗ്, സിഖ് നേതാക്കൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളുമായി നിരന്തരമായ ചർച്ച നടത്തി. അദ്ദേഹത്തെ മുന്നിൽ വന്നിരുന്ന ചോദ്യം എങ്ങനെയാണ്, ഇന്ത്യയെ എങ്ങനെ അധികാരം കൈമാറി വിട്ടുപോകും? കാരണം ഇന്ത്യ തകർന്നു നിൽക്കുന്ന ഒരു അവസരമാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടല്ല, ഒറ്റ ഇന്ത്യക്കാണ് കൊടുക്കാൻ സാധിച്ചത്. പക്ഷെ ഇവിടെ എന്താണ്, ഇന്ത്യയും പാകിസ്ഥാനും വെവ്വേറെ. മൗണ്ട് ബാറ്റൻ പിന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തി അധികാര കൈമാറ്റം വേഗത്തിലാക്കാൻ തീരുമാനിച്ചു. കാരണം എന്താണ്, മറ്റ് പല കാരണങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ്. മുകളിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാണ്. 1947 ജൂൺ 3 ചരിത്രം പെട്ടെന്ന് മാറുകയാണ്. ഇതുവരെ 1948 ജൂൺ എന്ന് പറഞ്ഞ സ്ഥാനത്ത് 1947 ജൂൺ 3 പ്രഖ്യാപിച്ചു അധികാരം ഈ വർഷം തന്നെ കൈമാറും. 1948 പോവില്ല. 1948 ജൂൺ എന്ന സമയപരിധി മുന്നോട്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാണെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും എന്നിങ്ങനെ ഒന്നോ രണ്ടോ സക്സസർ അതോറിറ്റീസിലേക്ക് അധികാരം കൈമാറാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ചു. അതാണ് ജൂൺ 3 മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്. അതോടെ ഇന്ത്യ വിഭജിക്കപ്പെടുകയാണ്. പഞ്ചാബ് വിഭജിക്കണം, ബംഗാൾ വിഭജിക്കണം, അതിർത്തി എവിടെ? അതിനായി ബൗണ്ടറി കമ്മീഷൻസ് രൂപീകരിച്ചു. അവയ്ക്കായി ഒരു അധ്യക്ഷനെ കണ്ടെത്തി, സർ സിറിൽ റാഡ്ക്ലിഫ്. ഞാൻ എന്ന രാജ്യത്തിലെ അതിർത്തി ഉണ്ടാക്കുക. ബംഗ്ലാദേശ്, ഇന്നത്തെ ബംഗ്ലാദേശ് പഴയ പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ വേറിട്ടതാണ്, അടുത്ത വേറിട്ടതാണ് ബംഗ്ലാദേശ്. അപ്പൊ ആ ബൗണ്ടറി അവിടെ വരയ്ക്കണം. അതുപോലെ പഞ്ചാബിന്റെ ആ ഭാഗത്ത് അതിർത്തി വരണം. എങ്ങനെ കഴിയും? അതിനാണ് സിറിൽ റാഡ്ക്ലിഫ്, അല്ലേ, സർ സിറിൽ റാഡ്ക്ലിഫ് വളരെ ഗ്രേറ്റ് മാൻ ആണെന്ന് എനിക്ക് പറയാനാവും. കാര്യം വളരെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട്, അല്ലേ, ജൂലൈ ഓഗസ്റ്റ് വെറും 3 മാസങ്ങൾ കൊണ്ട്, 3 മാസങ്ങൾ പോലും എടുത്തില്ല, അതെല്ലാം കൃത്യമായി അദ്ദേഹം വരച്ച് രണ്ടാക്കി. ഗ്രേറ്റ് മാൻ എന്ന് തന്നെ പറയാം. ഒരു ഇന്ത്യക്കാരനെ കൊണ്ട് നടക്കില്ലായിരുന്നു. കാര്യം
ബ്രിട്ടീഷുകാരുടെ ഭരണഘടനയെ നോക്കിക്കൊണ്ട് കണ്ടുകൊണ്ട് എഴുതിയ നമ്മളുടെ ഭരണഘടനയ്ക്ക് തന്നെ 2 വർഷത്തിൽ കൂടുതലെടുത്തു. അതിനെപ്പറ്റി ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതിന് മുമ്പ് വരാത്ത ആളായിരുന്നു സിർ റാഡ്ക്ലിഫ് എന്നറിയുക. ആ റാഡ്ക്ലിഫിന് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പഞ്ചാബിന്റെയും ബംഗാളിന്റെയും അതിർത്തി നിശ്ചയിക്കേണ്ടി വന്നു. ഇന്ത്യയെ അറിയാത്ത ഒരാൾ. ബൗണ്ടറി കമ്മീഷനിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നു. റഡ്ക്ലിഫ് ആയിരുന്നു അതിന്റെ ചെയർമാൻ. ജൂലൈ 18 നിയമം വന്നു. 1947 ജൂലൈ 18 ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പാസാക്കി. നിയമത്തിലെ സെക്ഷൻ 1 പ്രകാരം 1947 ആഗസ്റ്റ് 15 മുതൽ ഇന്ത്യയും പാകിസ്ഥാനും 2 ഇൻഡിപെൻഡന്റ് ഡൊമിനിയൻസ് ആയി നിലവിൽ വരും. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വാതന്ത്ര്യവും പിറ്റേ ദിവസം നമുക്കും ഓഗസ്റ്റ് 15 രാത്രി എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നൊക്കെ തന്നെ തീരുമാനിക്കേണ്ട കാര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൗണ്ട് ബാറ്റൻ പ്രഭു ആ ഒരു തീരുമാനമെടുക്കുന്നത് 1945 ജപ്പാനെ കീഴടക്കിയ ജപ്പാൻ കീഴടങ്ങിയ ആ വർഷത്തെ വെച്ചാണ്, ആ ദിവസത്തെ വെച്ചാണ് ഓഗസ്റ്റ് 15 എന്നത് സ്വാതന്ത്ര്യദിനത്തിനായി തെരഞ്ഞെടുത്തത്. അല്ലാതെ നമ്മൾ അവകാശപ്പെട്ട ഒന്നല്ല. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യയുടെ അധികാരം ഇന്ത്യൻ കൈകളിലേക്ക്. ജവഹർലാൽ നെഹ്റുവിന്റെ വളരെ പ്രശസ്തമായ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം തന്നെ എഴുതി വെച്ച ചരിത്ര പ്രസംഗം ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ആ പ്രസംഗം ഇതിനു മുമ്പായിട്ടുള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്നുകൂടി നിങ്ങളിലേക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം, ഒത്തിരി ചോരകൾ മണത്ത സ്വാതന്ത്ര്യം. ഇദ്ദേഹം പറഞ്ഞു, സുഭാഷ് ചന്ദ്രബോസ്, ചോര നൽകൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന്. അതെ, എന്നാൽ ഗാന്ധി പറഞ്ഞു, ഡു ഓർ ഡൈ. അഹിംസയിലൂടെ നാം സ്വാതന്ത്ര്യം വാങ്ങിച്ചെടുത്തു. എങ്കിലും ലക്ഷക്കണക്കിന് ജനം മരിച്ചു. ഒത്തിരി മനുഷ്യർ മരിച്ചു വീണ ഭൂമിയാണിത്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആ സ്വാതന്ത്ര്യത്തെ നാം അതുപോലെ ആ ദിനത്തെ കാണേണ്ടതുണ്ട്. സ്വാതന്ത്ര്യത്തെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് വിശദമായി. ഇതിപ്പോൾ ചരിത്രമാണ് തരുന്നത്. ഈ ചരിത്രം ഒരു വിചിത്രമായ ഒരു കാര്യം നമ്മോട് പറയുകയാണ്. അതിർത്തി അന്നും അന്തിമമായി പ്രഖ്യാപിച്ചിരുന്നില്ല എന്നറിയുക. അതായത് റാഡ്ക്ലിഫ് വരച്ചു കൊടുത്തെങ്കിലും അന്ന് നടന്നു തീർക്കാനുള്ള സ്ഥലം വഴിയില്ലല്ലോ. 1947 ഓഗസ്റ്റ് 17 ഇത് പ്രഖ്യാപിച്ചത്, റാഡ്ക്ലിഫ് അവാർഡ് എന്ന രീതിയിൽ. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ്, ഓഗസ്റ്റ് 17 ഫൈനൽ ബൗണ്ടറി അവാർഡ്. അറിയുക, ബ്രിട്ടൻ ഇന്ത്യ വിട്ടത് മഹാത്മാഗാന്ധിയുടെ സമരം കൊണ്ട് മാത്രം അല്ല. പക്ഷേ ഗാന്ധിജിക്ക് പങ്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ചരിത്രത്തെ ഞാൻ വളച്ചൊടിക്കലാകും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പല വഴികളുണ്ടായിരുന്നു. അതൊരുമിച്ച് ചേർന്നു. ഗാന്ധിജിയുടെ ജനകീയ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ദുർബലപ്പെടുത്തിയത്, കോൺഗ്രസിന്റെ ദീർഘകാല രാഷ്ട്രീയ പോരാട്ടം, സ്വയംഭരണത്തിന്റെ ആവശ്യം, സുഭാഷ് ചന്ദ്രബോസിന്റെ INA, ഇന്ത്യൻ സൈനികരുടെ ദേശീയബോധത്തെയും ബ്രിട്ടീഷ് ഭരണത്തിന്റെയും സൈനിക വിശ്വാസ്യതയും ആണ് INA ട്രയൽസ് രാജ്യവ്യാപകമായ വികാരം സൃഷ്ടിച്ചത്. നേവൽ മ്യൂട്ടിനി, സൈനിക വിശ്വസ്തതയെ കുറിച്ചുള്ള ആശങ്ക ബ്രിട്ടീഷുകാർക്കുണ്ടായി. 2ാം ലോക മഹായുദ്ധം ബ്രിട്ടന്റെ സാമ്പത്തികമായ സൈനികമായ ശക്തി ക്ഷയിച്ചത്, കോൺഗ്രസ് മുസ്ലിം ലീഗ് സംഘർഷം, ഇന്ത്യയിലെ രാഷ്ട്രീയ പരിഹാരം കൂടുതൽ ബുദ്ധിമുട്ടായത്, സാമുദായിക അക്രമം. ഇങ്ങനെയുള്ള പ്രതിസന്ധികളാണ് 1947 സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നത്. എവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നൽകിയാണ്. നമ്മൾക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇന്ന് നാം സ്വതന്ത്രരാണോ? നോർത്തേൺ
സ്റ്റേറ്റുകളിൽ ഇപ്പോഴും ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ അടിച്ചമർത്തൽ നടക്കുന്നില്ലേ? ഇവിടെ മലയാളികൾ അങ്ങനെയല്ലെങ്കിലും അവിടെ അങ്ങനെയാണ്. നമ്മുടെ സ്ത്രീകൾക്ക് സമത്വം കൊടുത്തു. ഇന്ന് എവിടെയാണ് സമത്വം കിട്ടുക? സ്ത്രീക്ക് സമത്വമുണ്ടോ? ഇപ്പോഴുണ്ട്. പ്രിയദർശിനിയിൽ ഫ്രീ ആയിട്ട് പോകാം അല്ലേ? മറ്റെവിടെയാണ്? അസമയം എന്നൊരു സമയം എഴുതി ചേർത്തു സ്ത്രീകളുടെ പേരിൽ. അതുകൊണ്ട് രാത്രി പോയാലും പകല് പോയാലും പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന പുരുഷന്മാരുള്ള ജനതയുള്ള സ്ഥലമാണ്. അവർക്കെവിടെയാണ് സ്വാതന്ത്ര്യം? കൊച്ചു കുട്ടികൾക്ക് പോലും, കൊച്ചു പെൺകുട്ടികൾക്ക് പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ. ആ സ്വാതന്ത്ര്യമില്ലായ്മയുടെ കഥകൾ, സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് അടുത്ത വീഡിയോയുടെ. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഭാരതാംബയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ. ജയ് ഹിന്ദ്, വന്ദേ മാതരം. ജനഗണമന ഞാൻ പാടുന്നില്ല, പാടിയതായി ചിന്തിക്കുക. എവർക്കും നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.